അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യങ്ങൾ വരാവുന്ന രൂപം കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അക്ഷരങ്ങൾ വായിക്കാം. ഇവിടെ ചില അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അക്ഷരങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ത്ര, 2 ദ, 3 ക്ഷ, 4 ദ. 1 ത്ര, 2 ദ, 3 ക്ഷ, 4 ദ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചേർത്ത് വായിക്കാം എന്നതാണ്. ഇവിടെ 2 കോളങ്ങളിലുള്ള അക്ഷരങ്ങളെ ചേർത്ത് ഒരു പദമാക്കി വായിക്കണം. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വരണം, വരണം. 2 പോകണം, പോകണം. വേണം, വേണം. തൊട്ടടുത്ത ഇടതുഭാഗത്ത് നോക്കാം. ഗേഹം, ഗേഹം. ഗാനം, മുഖം. ഗേഹം, ഗാനം, മുഖം. ഒന്നുകൂടി നോക്കാം. വരണം, പോകണം, വേണം, ഗേഹം, ഗാനം, മുഖം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കാറിൽ എഴുതിയത് വായിക്കാം എന്നതാണ്. ഇവിടെ കാറിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്, അത് വായിക്കണം. നോക്കാം. ആദ്യത്തേത് ഫലിതം, ഫലിതം. ലഭിക്കും, ലഭിക്കും. വിശേഷം, വിശേഷം. ധനികൻ, ധനികൻ. തീവണ്ടി, തീവണ്ടി. പറ്റരുത്, പറ്റരുത്. ഒന്നുകൂടി നോക്കാം. ഫലിതം, ലഭിക്കും, വിശേഷം, ധനികൻ, തീവണ്ടി, പറ്റരുത്. ദുറൂസ് അറബി മലയാളത്തിൻ്റെ ഒന്നാം ക്ലാസ്സിലെ എഴുത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നതാണ്. ഇവിടെ വിട്ട അക്ഷരങ്ങൾ എഴുതി നൽകണം. ഘാരം, ഘടികാരം. വാഴപ്പഴം, വാഴപ്പഴം. ഹർക്കത്തുകൾ നൽകാം എന്നതാണ് തൊട്ടടുത്ത ചോദ്യം. ഇവിടെ ചിത്രവും നൽകിയിട്ടുണ്ട്. അറബി അക്ഷരത്തിൻ്റെ പദങ്ങളായി വന്നതും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഹർക്കത്ത് ഇട്ടിട്ടില്ല. ഹർക്കത്ത് ഇടണം. ഒന്നാമത്തെ നോക്കാം. കേരളം, കേരളം. 2 പുഷ്പം, പുഷ്പം. 3 ചക്രം, ചക്രം. മൂന്നാമത്തെ ഭാഗം അറബി മലയാള അക്ഷരങ്ങൾ മാലയാക്കാം. അറബി അക്ഷരങ്ങൾ ഇവിടെ ഉള്ളത് പോലെയാണ് ഉള്ളത്. എന്നാൽ അതിൻ്റെ അറബി മലയാള അക്ഷരങ്ങളാക്കിയിട്ട് അതിനെ മാറ്റണം. നോക്കാം നമുക്ക്. ഹ, അതിന് അറബി മലയാള അക്ഷരം ഏതൊക്കെയാക്കാം? ച എന്നാക്കാം. അടുത്തത് ഹ, അതിനെന്താക്കാം? ഞ എന്ന അക്ഷരമാക്കാം. താഴെ 3 പുള്ളി, മുകളിൽ 1 പുള്ളി, അതാണ് ഞ. താഴെ 3 പുള്ളി ച. അടുത്ത സ, അതിന് നമുക്ക് അറബി മലയാളത്തിലാക്കാം. ഠ എന്നാക്കാം. 2 പുള്ളി കൊടുത്താൽ ഠ എന്നായി. ബോർഡ് എന്ന് പറയുന്നത് പോലെ.
വീണ്ടും സ. ഇതിന് നമുക്ക് അറബി മലയാളത്തിലുള്ള അക്ഷരമാക്കിയിട്ട് മാറ്റാം. അഥവാ ജ എന്നെഴുതാം. 3 പുള്ളിയുള്ള ജ, വാഴപ്പഴം, അത് പറയുന്നത് പോലെ ജ എന്നെഴുതാം. 4-മത്തെ ഭാഗം നമുക്ക് എഴുതാം എന്നതാണ്. ഇവിടെ എഴുതാനുള്ള ഭാഗമാണ്. എഴുതാനുള്ള സ്ഥലവും നൽകിയിട്ടുണ്ട്. ആ സ്ഥലത്ത് വൃത്തിയായി എഴുതുക, അഥവാ നോക്കി എഴുതുക എന്നുള്ളതാണ്. കളികൾ, ധനം, വരണ്ടു, സൃഷ്ടി, അർഹൻ, നഗരം. കളികൾ, ധനം, വരണ്ടു, സൃഷ്ടി, അർഹൻ, നഗരം. നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് നല്ലതുപോലെ തയ്യാറായി നിൽക്കുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.